ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിൽ പാടുവാനും പ്രാർത്ഥിക്കുവാനും വിശേഷാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിലും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ദൈവസഭയിലെ ദൈവജനം, വിശേഷാൽ വിദേശത്തും സ്വദേശത്തുമായി ഓൺലൈനിലൂടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാത്രി നാം ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങൾ പ്രാപിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് മറക്കാനാകാത്ത ദൈവപ്രവൃത്തിയുടെ രാത്രിയായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം. എത്ര പേർ എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രിയിലും വൻ കാര്യങ്ങളെ പ്രതീക്ഷയോടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയ ഒരു ദൂത് മാത്രം പറഞ്ഞിട്ട് ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കും. 10-20 മിനിറ്റ് മാക്സിമം ഞാൻ ശുശ്രൂഷിക്കത്തുള്ളൂ. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയാം, ചിലരുടെ ലജ്ജയെ ദൈവം മാറ്റും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എനിക്ക് നൽകിയ ഒരു ദൂതാണ്, ലജ്ജയെ ദൈവം മാറ്റും. സ്തോത്രം. ആമേൻ. തുറക്കാം സങ്കീർത്തന പുസ്തകം 25 അതിൻ്റെ 3-ാം വാക്യം. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് പകലാണ് ഈ വാക്യം എൻ്റെ കണ്ണിലുടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. സ്തോത്രം. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് രാത്രി ദൈവം ചില കുടുംബത്തിൻ്റെ ലജ്ജയെ എടുത്തു മാറ്റും. സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ? ഈ രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു, ദൈവം ചില കുടുംബത്തിൻ്റെ ലജ്ജകളെ എടുത്തു മാറ്റാൻ പോകുകയാണ്. സ്തോത്രം. ലജ്ജിക്കാനിടയാകുന്ന വിഷയങ്ങളെ നോക്കി, ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ചില വിഷയങ്ങളെ നോക്കി ആത്മാവ് ഇന്ന് രാത്രി പറയുക, ഈ വിഷയത്തിൻ്റെ അകത്ത് നീ ലജ്ജിച്ചു പോകത്തില്ല, ഈ പ്രശ്നത്തിൻ്റെ അകത്ത് നീ ലജ്ജിച്ചു പോകത്തില്ല, ഈ തലമുറയെ ഓർത്ത് നീ ലജ്ജിക്കേണ്ടത് വരത്തില്ല, ഈ കുടുംബ ബന്ധത്തെ ഓർത്ത് നീ ലജ്ജിച്ച് തല താഴ്ത്തേണ്ട വരത്തില്ല. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുക, ലജ്ജിക്കാനിടയാകുന്ന ചില വിഷയങ്ങളെ ഇന്ന് രാത്രി ദൈവം മാറ്റാൻ പോകുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അഭിഷേകത്തോടെ കരമുയർത്തി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ. എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല, എന്നാൽ വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. വെറുതെ നിങ്ങളെ ദ്രോഹിക്കുന്നവരുണ്ടോ? ഒരു കുഴപ്പവും നിങ്ങൾ ചെയ്തിട്ടില്ലായിരിക്കാം. ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങളൊരു പേനായിക്കോ പെൻസിലിനോ മുട്ടുസൂചിക്കോ ആകട്ടെ അവർക്കൊരു ബുദ്ധിമുട്ട് ചെയ്ത് കാണത്തില്ലായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയാം, വെറുതെ നിങ്ങളെ ദ്രോഹിക്കുന്ന ചിലരുണ്ട്. സ്തോത്രം. അവരെ നോക്കി ആത്മാവ് പറയുന്ന ഒരു ദൂതുണ്ട്. സ്തോത്രം. എന്താണ്? അവൻ ലജ്ജിച്ചു പോകും, എന്നാൽ നീ ലജ്ജിക്കത്തില്ല. സ്തോത്രം. ദൈവത്തെ കാത്തിരിക്കുന്നവരാരും ലജ്ജിച്ചു പോകത്തില്ല. ഒരാമയും പറഞ്ഞേ. ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ കാത്തിരിക്കുന്നവരും ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവരും ഞാൻ അഭിഷേകത്തോടെ ലജ്ജിച്ചു പോകത്തില്ല. സ്തോത്രം പറഞ്ഞ് ഞാൻ ഇന്ന് പകൽക്കാലം ഒരു വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. സ്തോത്രം. ജപ്തിയുടെ വക്കിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന് വേണ്ടി ഏകദേശം 83 ലക്ഷം രൂപയോളം കടഭാരത്തിൻ്റെ അനുഭവത്തിൽ ജപ്തിയുടെ വക്കിലാണ്. പോലീസും ബാങ്കുകാരും ഒക്കെ വന്ന് ലോണിൻ്റെ പൈസ തിരിച്ചടയ്ക്കാതെ ഇതിനു വേണ്ടി വീടിൻ്റെ സീൽ ചെയ്തു പൂട്ടി താക്കോലുമായിട്ട് ഇറങ്ങിയ. പക്ഷേ ആ വീടിൻ്റെ അകത്താണ് ഇന്നും അവർ താമസിക്കുന്നത്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ അഭിഷേകത്തോടെ പറയാം, നിങ്ങൾ ലജ്ജിക്കേണ്ട ഇതേ അകത്തില്ല. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു, ലജ്ജിക്കുമെന്ന് പറയുന്ന ചില വിഷയങ്ങളെ നോക്കിയിട്ട് ആത്മാവ് പറയുക, ലജ്ജിക്കാൻ സംഗതി ഏതുമില്ല, ലജ്ജിക്കാൻ സംഗതി ഏതുമില്ല. വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. അവനെ കാത്തിരിക്കുന്നവരാരും ലജ്ജിച്ചു പോകത്തില്ല. സ്തോത്രം.
ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ള ദൂതിൻ്റെ ഒന്നാമത്തെ ഭാഗം, കാത്തിരിക്കുന്നവരെ ലജ്ജയെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നിങ്ങൾ ദൈവത്തെ കാത്തിരിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളുടെ ലജ്ജയെ മാറ്റുന്ന ഒരു ദൈവമത്രേ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആരോടൊക്കെയോ ആത്മാവ് ശക്തമായി പ്രവചിക്കുന്നല്ലോ, ദൈവം നിങ്ങളുടെ ലജ്ജയെ മാറ്റും. ഞാൻ ഈ വാക്ക് ആവർത്തിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അത്ര നിർബന്ധം പറയുന്നു. ഇന്ന് രാത്രി ദൈവം ചിലരുടെ ലജ്ജയെ മറക്കുന്ന ഒരു ദൈവ പ്രവൃത്തി ചെയ്യാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു സങ്കീർത്തനം വായിക്കുമ്പോൾ 37-ാം സങ്കീർത്തനം അതിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് ഒരാൾ വായിച്ച് സഹായിച്ചാട്ടെ. 37:19 മൈക്കിലൂടെ വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. ദുഷ്കാലത്ത് അവൻ ലജ്ജിച്ചു പോകത്തില്ല, ക്ഷാമകാലത്ത് അവൻ തൃപ്തനായിരിക്കും. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ദുഷ്കാലത്ത് അവൻ ലജ്ജിച്ചു പോകത്തില്ല. ഒന്ന് പറഞ്ഞേ, ദുഷ്കാലത്ത് ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങൾക്ക് കഷ്ടകാലം വന്നാലും നിങ്ങൾ ലജ്ജിക്കാൻ ഇടയാക്കാതെ വണ്ണം ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി നടക്കും. സ്തോത്രം. ഇന്ന് രാത്രി ഈ വചനം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾക്ക് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, അയ്യോ ദൈവം എന്നെ മറന്നോ, ഇത് ഞങ്ങളുടെ ദുഷ്കാലമാണല്ലോ, ന്യായവിധി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വന്നോ, ദൈവം ഞങ്ങളെ മറന്നു കളഞ്ഞോ, ആരും ഞങ്ങളെ സഹായിക്കാനില്ലല്ലോ, പാസ്റ്റർമാർ പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ, എന്തു പറ്റി? ഞാൻ ഇന്ന് പകൽക്കാലം പറയാം, നിങ്ങളുടെ ദുഷ്കാലത്തോ നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. സ്തോത്രം. ഇന്ന് രാത്രി ആത്മാവാരോടൊക്കെയോ പ്രവചിക്കുന്നു, ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ നിന്റെ കൂടെയുണ്ട്, അവൻ നിന്റെ ലജ്ജയെ മാറ്റും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ അഭിഷേകത്തോടെ പറയാം, ഏദൻ തോട്ടത്തിൽ ദൈവം ഇറങ്ങി വരികയാണ്. ദൈവം ഇറങ്ങി വരുമ്പോൾ ആദാമും ഹവ്വായും അവർ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി, ദൈവത്തിൻ്റെ സന്നിധി പാപം ചെയ്തിട്ട് ദൈവ തേജസ്സിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞവരായി ഇരിക്കുകയാണ്. അവർ അത്തിയുടെ കീഴിൽ മറഞ്ഞിരിക്കുകയാണ്. അത്തി ഇലകൾ അവർ ഉടുത്ത് അത്തിയുടെ കീഴിൽ നഗ്നരാണെന്നും തിരിച്ചറിവും അവർക്കുണ്ടായി. അവർ മറഞ്ഞിരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരികയാണ്. ദൈവം ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തോട് ആദാം പറയുകയാണ്, ഞങ്ങൾ നഗ്നരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിൻ്റെ അടുക്കലേക്ക് വരാൻ കഴിയത്തില്ല. സ്തോത്രം. ദൈവം ആ സെക്കൻഡിൽ തന്നെ അവിടെ നിന്നിരിക്കുന്ന ഒരു ആടിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ തോലുകൊണ്ട് ഒരു ഉടുപ്പ് നെയ്ത് അവർക്ക് കൊടുക്കുകയാണ്. അവരുടെ ലജ്ജയെ മാറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, ഏദൻ തോട്ടത്തിൽ ദൈവം ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ ലജ്ജയെ മാറ്റിയെങ്കിൽ 2024 അവൻ ജീവനോടുള്ളത് കൊണ്ട് നിന്റെ ലജ്ജയെ ദൈവം മാറ്റും. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, ചില ലജ്ജയെ ദൈവം ഉരുട്ടി മാറ്റാൻ പോകുക. സ്തോത്രം പറഞ്ഞേ. ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭ കാലഘട്ടത്തിലാണെന്ന് അടൂരിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നെ ഒരു വീട്ടിൽ വിളിച്ചു. സ്തോത്രം. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ ഫാമിലി അവർ വീട്ടിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, മോൻ്റെ വിഷയത്തിൻ്റെ അകത്തൊരു ദൈവപ്രവൃത്തി നടക്കും, നീ അതുകൊണ്ട് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ പ്രാർത്ഥനാ വിഷയങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ല. പാസ്റ്റർ പ്രാർത്ഥിച്ച് കണ്ടുപിടിച്ച് അവരോട് പറയണമല്ലോ, അതാണല്ലോ നമ്മുടെ ശുശ്രൂഷ. സ്തോത്രം. അല്ലെങ്കിൽ അവരൊന്നും പറയത്തില്ല. സ്തോത്രം. നമ്മൾ അങ്ങോട്ട് പറയണം. സ്തോത്രം പറഞ്ഞ് അല്ലെങ്കിൽ പലരും എന്നെ വിളിക്കാറുണ്ട്. സ്തോത്രം. അവരിങ്ങോട്ട് പറയുന്ന കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് പറയുന്നതാണ് എനിക്കിഷ്ടം. സ്തോത്രം. അല്ലെങ്കിൽ ഇന്ന വിഷയത്തിനാണ് നിങ്ങൾ വിളിച്ചത്, ഇന്ന കാര്യത്തിനാണ് വിളിച്ചത്, ഇന്ന വിഷയങ്ങൾക്കകത്തെല്ലാം പരിഹാരമുണ്ടാകും. സ്തോത്രം. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം, വെളിപ്പെടുത്തുന്ന ഒരു ദൈവം നമുക്കുണ്ടല്ലോ, വിടുവിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ടല്ലോ, അവൻ്റെ പ്രവൃത്തി ഇന്നു രാത്രിയിലും വെളിപ്പെടുന്നു. സ്തോത്രം. അപ്പോൾ ഈ
സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാൻ കുറേ നേരമായി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നെ ഒരു വെളിപ്പാട് കാണിക്കുകയാണ്. ആ വെളിപ്പാട് ഇങ്ങനെയാണ്: കുറച്ച് പോലീസുകാർ വരുന്നു. ആ പോലീസുകാർ വന്ന് ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നതായിട്ടൊരു വെളിപ്പാട് എന്നെ കാണിച്ചു. രണ്ടാമത്തെ വെളിപ്പാട് ഞാൻ കാണുന്നത്, ഈ ചെറുക്കൻ്റെ സൈഡിൽ ഒരു പെൺകുഞ്ഞ് നിൽക്കുന്നു. ആ പെൺകുഞ്ഞ് ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നു. സ്തോത്ര. ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ കാണുന്നു. ഞാൻ അവരോട് പറഞ്ഞു, സ്തോത്ര, ഈ മകനോട് ബന്ധപ്പെട്ട് ഒരു വിഷയമുണ്ട്. അവൻ പുറത്താർക്കും അറിയത്തില്ല. ലജ്ജിക്കപ്പെടേണ്ട ഒരു വിഷയമായിരുന്നു. ദൈവം പക്ഷേ അതിൻ്റെ അകത്ത് ഇവന് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുക. സ്തോത്ര. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ പിതാവും മാതാവും പൊട്ടിക്കരയാൻ തുടങ്ങി. അവർ അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അതെ പാസ്റ്ററെ, ശരിയാണ്. കൂടെ പഠിച്ചിരിക്കുന്ന കൂട്ടുകാരിയായിരിക്കുന്ന ഒരു പെൺകുഞ്ഞ് സ്നേഹം നടിച്ചെന്ത് കൂടെ കൂടി ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഇഷ്ടമല്ലെന്നോ എന്തു പറഞ്ഞോ എന്തോ കാര്യത്തിൻ്റെ അകത്ത് ആ പെൺകുഞ്ഞ് എന്ത് ചെയ്തു? കൈയുടെ ഞരമ്പ് മുറിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഹോസ്പിറ്റലിൽ അവിടെ പോലീസുകാർ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ പേര് പറയേണ്ട ഒരു സാഹചര്യമുണ്ടായി. സ്തോത്ര. നിങ്ങൾക്കറിയാമോ, ചില ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു. സ്തോത്ര. പ്രാർത്ഥന കഴിഞ്ഞു 2 ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞതുപോലെ തന്നെ ഈ കേസിൻ്റെ അകത്തുനിന്ന് ദൈവം ആ കുഞ്ഞിനെ ഊരിക്കൊണ്ടുവരും. ഹല്ലേലൂയ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, ദൈവം ആരെന്ന് ദൈവം തെളിയിക്കും. സ്തോത്രം. അവൻ ലജ്ജിക്കാൻ ഇടയാക്കാത്ത ഒരു ദൈവമാകയാൽ ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ചോ, അവൻ അത്ഭുതം ചെയ്യും. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് പോന്നു, ഈ കുഞ്ഞിനെ ദൈവം അത്ഭുതം ചെയ്യും. ഇവൻ വീണ്ടും ആ സ്കൂളിൽ തന്നെ പഠിക്കും. ഇവൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതി അവൻ പാസ്സാകും, ഉന്നത വിജയത്തോടെ ജയിക്കും. ദൈവം അവന് വേണ്ടി അത്ഭുതം ചെയ്യും. അപ്പം TC കൊടുത്ത് പറഞ്ഞു വിട്ടിരിക്കുക. സ്തോത്രം. അപ്പോഴാകിൽ പാഷ പറയുന്നത് തിരിച്ച് സ്കൂളിൽ എടുക്കും. സ്തോത്രം. നിങ്ങൾക്കറിയാം, 3 ദിവസം കഴിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്നൊരു വിളി വന്നു. സ്തോത്രം. തിരിച്ച് സ്കൂളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവനെ തിരിച്ചെടുക്കാമെന്ന് അരുളി ചെയ്തു. സ്തോത്രം. സ്കൂളുകാർ പറഞ്ഞു, സ്തോത്രം, ആ പെൺകുഞ്ഞ് മൊഴി മാറ്റി പറഞ്ഞു, എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത് എന്നുള്ള കാര്യം അവിടെ പറയുവാൻ തക്കവണ്ണം ഇടയെത്തി. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ആ വിഷയം നടക്കുകയായിരുന്നെങ്കിൽ ആ കുഞ്ഞ് ജയിലിൽ പോകേണ്ട വന്നേനെ. ജയിലിൽ പോകേണ്ട വന്നു കഴിഞ്ഞാൽ ഒരു പാസ്റ്ററിൻ്റെ കുടുംബമാണ്. ആ കുടുംബം വലിയ പ്രതിസന്ധിയിലോട്ട് പോകും. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ അത് ബാധിക്കും, ആ കുടുംബത്തെ അത് ബാധിക്കും. പക്ഷേ ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് പറയാം, നീ കർത്താവിന് വേണ്ടി ഇറങ്ങി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ലജ്ജിക്കാൻ ഇടയാക്കാത്ത ചില ദൈവപ്രവൃത്തികൾ ഇന്ന് രാത്രി നടക്കാൻ പോകുക. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച നീ തലമുറയോർത്ത് ദുഃഖിക്കുന്നുണ്ടോ? തലമുറയോർത്ത് കരയുന്നുണ്ടോ? തലമുറയുടെ വഴിപിഴച്ച പോക്ക് കണ്ടിട്ട്, അധംപതിച്ച പോക്ക് കണ്ടിട്ട് നീ ഭാരപ്പെടുന്നുണ്ടോ? മാതാവേ, ഇന്ന് രാത്രി ആത്മാവ് പറയുന്നൊരു ദൂതുണ്ട്. ലജ്ജിക്കാൻ സംഗതി ഏതുമില്ലാത്തൊരു ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് ഇന്ന് രാത്രി നടക്കാൻ പോകുക. ഓ രാമാന്യ ഹസിയാന്ത. ആ കരം ഒന്ന് ചേർത്തടിച്ച് അഭിഷേകത്തോടെ ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഞാൻ ഇത് പറയുമ്പോൾ ലജ്ജയ്ക്ക് കാരണമാകേണ്ട ചില അനുഭവങ്ങളെ ദൈവാത്മാവ് പൊട്ടിച്ചു മാറ്റാൻ പോകുക. ഞാൻ ഇത് പറയുമ്പോൾ നിന്റെ കുടുംബം തകരും, നിന്റെ കുടുംബജീവിതം തകർന്നു പോകും എന്നൊക്കെ പറഞ്ഞ് നിനക്കെതിരെ വെല്ലുവിളിച്ച ചില വെല്ലുവിളികളെ നോക്കി ആത്മാവ് പറയുക, ലജ്ജിക്കാൻ ഇടയാകത്തില്ല. തലമുറയെ നോക്കി ആത്മാവ് പറയുക, ലജ്ജിക്കാൻ ഇടയാകത്തില്ല. ഭർത്താവിനെ നോക്കി ആത്മാവ് ലജ്ജിക്കാൻ ഇടയാകത്തില്ല. നിന്റെ ശുശ്രൂഷകളെ നോക്കി ആത്മാവ് പറയുന്നു, ലജ്ജിക്കാൻ ഇടയാകത്തില്ല. നിന്റെ ഭാവി സംബന്ധമായ വിഷയത്തെ നോക്കി ആത്മാവ് പറയുന്നു, ലജ്ജിക്കാൻ ഇടയാകത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ആ കാര്യം ഒന്ന് ചേർത്തടിച്ചുകൊണ്ട് അഭിഷേകത്തോടെ ഒന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ദുഷ്കാലത്ത് അവൻ ലജ്ജിച്ചു പോകത്തില്ല. ദുഷ്കാലത്ത് അവൻ ലജ്ജിച്ചു പോകത്തില്ല. ദുഷ്കാലത്ത് അവൻ ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു, ലജ്ജിപ്പാൻ സംഗതി ഏതുമില്ലാത്തൊരു ദൈവപ്രവൃത്തി ദൈവാത്മാവ് ചെയ്യുകയാ. ഒന്ന് വാ തുറന്ന് പറഞ്ഞേ, ലജ്ജിക്കത്തില്ല. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ലജ്ജിക്കത്തില്ല. സ്തോത്രം.
ഇവിടെ ഈ ദൈവസഭ ആരംഭിച്ചെങ്കിൽ ലജ്ജിക്കേണ്ട വരത്തില്ല. സ്തോത്രം. നീ ശുശ്രൂഷ ആരംഭിച്ചെങ്കിൽ ലജ്ജിക്കേണ്ട വരത്തില്ല. നീ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ലജ്ജിക്കേണ്ട വരത്തില്ല. നീ കർത്താവിന് വേണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ലജ്ജിക്കേണ്ട വരത്തില്ല. നീ ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചെങ്കിൽ ലജ്ജിക്കേണ്ട വരത്തില്ല. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ, ഏതൊക്കെയോ സാഹചര്യങ്ങളെ ദൈവം ഇന്ന് രാത്രി തിരുത്താൻ പോകുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനൊന്ന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. ഇതിനകത്ത് ആരോടൊക്കെയോ ആത്മാവ് ശക്തമായിട്ട് പറയും, ലജ്ജിക്കത്തില്ല. സ്തോത്രം. അടുത്തൊരു ദൂതും കൂടെ ഞാൻ പറയാം. സ്തോത്രം. ഒറ്റ വാക്കും കൂടെ. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 22 വാക്യം. 29-22 വാക്യം ഒരാൾ വായിച്ചാട്ടെ. 29 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22. ആകയാൽ അബ്രഹാമിനെ വീണ്ടെടുത്ത യഹോവ യാക്കോബ് ഗ്രഹത്തെക്കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, യാക്കോബേ, ഇനി ലജ്ജിച്ചു പോകുകയില്ല, അവൻ്റെ മുഖം ഇനി വിളറിപ്പോകുകയില്ല. സ്തോത്രം പറഞ്ഞേ. അല്ലെങ്കിൽ ഇനി ലജ്ജിച്ചു പോകത്തില്ല. സ്തോത്രം പറഞ്ഞേ. ഇനി ലജ്ജിച്ചു പോകത്തില്ല. ഇതുവരെ ലജ്ജിച്ചു പോയി, ഇനി ലജ്ജിച്ചു പോകത്തില്ല. നിന്റെ വീടിനെ കുറിച്ച് ദൈവം പറയുന്ന ഒരു ദൂത, ഇനി ലജ്ജിച്ചു പോകത്തില്ല. നിന്റെ തലമുറയെക്കുറിച്ച് ദൈവം പറയുന്ന ഒരു ദൂത, ഇനി ലജ്ജിച്ചു പോകത്തില്ല. നിന്റെ ശുശ്രൂഷയെക്കുറിച്ച് ദൈവാത്മാവ് പറയുന്ന ഒരു ദൂത, ഇനി ലജ്ജിച്ചു പോകത്തില്ല. നിന്റെ മിനിസ്ട്രിക്കകത്ത് ഇനി ലജ്ജിച്ചു പോകത്തില്ല. നിന്റെ സഭയെക്കുറിച്ച് ദൈവാത്മാവ് പറയുന്നു, ഇനി ലജ്ജിച്ചു പോകത്തില്ല. എത്ര പേർ വിശ്വസിച്ച് ആമേൻ പറയൂ? ഇനി നീ ലജ്ജിച്ചു പോകത്തില്ല. രണ്ടുപേർക്ക് കരം കൊടുത്ത് പറഞ്ഞ് ഇനി ലജ്ജിച്ചു പോകത്തില്ല. സ്വത്രം. രണ്ടുപേർക്ക് കരം കൊടുത്ത് പറഞ്ഞ് ഇനി ലജ്ജിച്ചു പോകത്തില്ല. സ്വത്രം. ഹല്ലേലൂയ. ദൈവം അരുളി ചെയ്യുകയാണ്, യാക്കോബ് ഇനി ലജ്ജിച്ചു പോകത്തില്ല. സ്വത്രം പറഞ്ഞ്. യാക്കോബ് ഇനി ലജ്ജിച്ചു പോകത്തില്ല. സ്വത്രം. വാക്തത്വമുള്ളവൻ ലജ്ജിക്കത്തില്ല. സ്വത്രം പറഞ്ഞേ. വാക്തത്വം കേട്ട് ഇറങ്ങി തിരിച്ചവൻ ലജ്ജിക്കത്തില്ല. സ്വത്രം. അവൻ ദൈവം അനുഗ്രഹിച്ചവൻ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. ഇസ്രായേലായവൻ ലജ്ജിച്ചു പോകത്തില്ല. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയും, ലജ്ജിക്കത്തില്ല. ലജ്ജിക്കത്തില്ല. അമ്മ ലജ്ജിക്കത്തില്ല. ഇന്ന് രാത്രി ആത്മാവ് ശക്തിയോടെ പറയുന്നു, കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് പാതി വഴിക്ക് തല താഴ്ത്തി കുനിഞ്ഞ് പോകേണ്ട ഒരു ഗതികേട് ഉണ്ടാകത്തില്ല. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പ്രവചിക്കാൻ തയ്യാറുന്നു, ലജ്ജിക്കത്തില്ല. ഇനി ലജ്ജിക്കത്തില്ല. സ്വത്രം പറയും. അപ്പൊ ഇതുവരെ ലജ്ജിച്ചു പോയായിരുന്നു. സ്വത്രം. ഇനി ലജ്ജിക്കത്തില്ല. ഞാൻ പറയുന്നു 2024 ഇനി നിങ്ങൾ ലജ്ജിക്കത്തില്ല. ഇനി നിങ്ങൾ തകരത്തില്ല. ഇനി നിങ്ങൾ രോഗങ്ങൾ ചുമക്കത്തില്ല. ഇനി നിങ്ങൾ ഭാരപ്പെടത്തില്ല. ഇനി നിരാശ നിങ്ങളെ തൊടത്തില്ല. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ലജ്ജിക്കത്തില്ല. ഒറ്റ വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാം. യെശയ്യാവ് 54 വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. 54 വാക്യം. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. നീ ഓർക്കുകയുമില്ല. സ്തോത്രം പറഞ്ഞേ. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. ഒന്ന് പറഞ്ഞേ, ലജ്ജ നീ മറക്കും. സ്തോത്രം. ഇന്ന് രാത്രി മറക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചതും കഴിഞ്ഞ നാളുകളിൽ നമുക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞതും നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി പറഞ്ഞതും പ്രവർത്തിച്ചതും കൂടെ നിന്നിട്ട് കാലുവാരിയതും ഇതൊക്കെ കാണുമ്പോൾ ദൈവാത്മാവ് പറയുന്ന ഒരു ദൂതുണ്ട്, നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും.
ഓ സ്വത്രം. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുന്നത്, യൗവനത്തിലെ ലജ്ജയെ മറക്കുന്നൊരു ദൈവപ്രവൃത്തിയെ ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക. എല്ലാ കണ്ണുകളും ദൈവ സാന്നിധ്യത്തിൽ ഒന്ന് അടച്ചാട്ടെ. ഇന്ന് രാത്രി എനിക്ക് ആത്മാവ് തന്ന ദൂത് ഇത്രയും മാത്രമേ ഉള്ളൂ. ലജ്ജിച്ചു പോകത്തില്ല, ലജ്ജിച്ചു പോകത്തില്ല. ആമേൻ. ലജ്ജിക്കാൻ സംഗതി ഏതുമില്ലാത്ത വേലക്കാരൻ. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, ലജ്ജിക്കാൻ സംഗതി ഏതുമില്ലാത്ത വേലക്കാരൻ. ആമേൻ. തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് പറയുന്ന ഒരു വാക്കാണ്, ലജ്ജിക്കാൻ സംഗതി ഏതുമില്ലാത്ത വേലക്കാരൻ. നീ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചോ, നീ ലജ്ജിക്കത്തില്ല. ഇന്ന് രാത്രി അഭിഷേകത്തോടെ കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ചേ.